ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഏറ്റവും ശാന്തശീലരും എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നവരും കുടുംബത്തിൻ്റേതായിട്ടുള്ള ഉയർച്ചയ്ക്കും സന്തോഷത്തിനും വേണ്ടിയിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. സേവന മനസ്ഥിതി കൂടുതലുള്ളവരായതുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ മനോവിഷമതകളെയും പ്രയാസങ്ങളെയും മനസ്സിലാക്കിയിട്ട് അവർക്ക് ആശ്വാസം കൊടുക്കുന്നവരാണ് ഈ മൂലം നക്ഷത്രക്കാർ. കൂടാതെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സദാ പരിശ്രമിക്കുന്നതായിട്ടുള്ള ഈ മൂലം നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സുഖനാഥനായിക്കൊണ്ട് രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ നിൽക്കുന്നതും 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായിട്ടുള്ള സഞ്ചാരം കാണുന്നത് കൊണ്ട് മൂലം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ചില സമയങ്ങളിലാണെങ്കിൽ കുടുംബ സംബന്ധമായിട്ടാണെങ്കിലും പ്രതിസന്ധികളെയും പ്രയാസങ്ങളും വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നല്ലവണ്ണം ആലോചിച്ച് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ടാണ് കാണുന്നത്. മൂലം നക്ഷത്രക്കാരുടെ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോൾ കർമാധിപൻ ബുധൻ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ ശത്രുഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും ഈ സമയത്ത് കർമ്മസ്ഥാനത്താണെങ്കിലോ വൃണഖണ്ഡകാരകനായിട്ടുള്ള കേതു നിൽക്കുന്നതിനാലും തൊഴിൽപരമായിട്ട് കൃത്യനിഷ്ഠയോടു കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ. എന്നാലോ ജൂൺ മാസം 15-ാം തീയതി മുതൽ ഈ കർമാധിപനായിരിക്കുന്ന ബുധൻ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് നിവൃത്തി സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതും ഭാഗ്യാധിപനായിട്ടുള്ള സൂര്യനും ലാഭാധിപനായിട്ടുള്ള ശുക്രനും നിവൃത്തി സ്ഥാനത്തിലേക്ക് വരികയും പ്രത്യേകിച്ച് ആ രാശിയിൽ നിന്നുകൊണ്ട് തന്നെ ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ ജൂൺ മാസം 15-ാം തീയതി മുതൽ കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും ഭാഗ്യാനുഭവങ്ങൾക്കും സാധ്യത കാണുന്ന സമയമാണ്. ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും ഭാഗ്യാനുഭവങ്ങൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട്. അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഒരു ജൂൺ വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. 5-ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ ലാഭസ്ഥാനമായിട്ടുള്ളതായ 11-ാം ഭാവത്തേക്ക് വരുന്നതിനാൽ ധനപരമായിട്ടുള്ളതായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ. അതുകൊണ്ട് മൂലം നക്ഷത്രക്കാരിൽ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു.